48ാമത് സംസ്ഥാന സീനിയർ മാസ്റ്റേഴ്സ് എക്വിപ്ഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 28, 29, 30 തീയതികളിലായി മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം ഈ 3 ദിവസം കാന്തലോട്ട് കബീർ നഗർ എന്ന പേരിൽ അറിയപ്പെടും. കണ്ണൂർ ബാർബൽ ക്ലബ് മേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനുമാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഏകദേശം 14 ജില്ലകളിൽ നിന്നുമായി 250ഓളം പവർ ലിഫ്റ്റേഴ്സും 20ഓളം ദേശീയ അന്തർദേശീയ റഫറിമാരും ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും നിയന്ത്രിക്കാനും ഉണ്ടാവും. 28 രാവിലെ 9 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ പ്രസിഡൻറ്റ് ശ്രീ സതീഷ് കുമാർ കുദ്രോളി, പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറൽ PJ ജോസഫ് അർജുന, ഈ 2 പേരും കൂടി വിളക്ക് തെളിയിച്ച് ഈ മത്സരം ഉദ്ഘാടനം ചെയ്യും. ഈ മത്സരത്തിൻ്റെ നിരീക്ഷകനായി കേരള സ്പോർട്സ് കൗൺസിൽ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റ് ശ്രീ KK പവിത്രൻ അവർകളെയാണ് നിയമിച്ചിട്ടുള്ളത്. 30 വൈകുന്നേരം 5 മണിക്ക് സമാപന സമ്മേളനത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി PP ദിവ്യ സമ്മാനദാനം നിർവഹിക്കും. ആ ചടങ്ങിൽ അധ്യക്ഷൻ K സജീവൻ, ജില്ലാ വൈസ് പ്രസിഡൻറ്റ് K സജീവൻ അവർകളായിരിക്കും. ഈ മത്സരത്തിൻ്റെ വിജയത്തിനായി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും എന്ന് മാത്രമല്ല, അത് കായിക താരങ്ങൾക്ക് വലിയൊരു പ്രചോദനവുമായിരിക്കും എന്നാണ് ഇവിടെ ഇരിക്കുന്ന കായിക താരങ്ങളായ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അത് കൃത്യമായി നിർവഹിക്കുമെന്നറിയാം. എന്നിരുന്നാലും നിങ്ങളെല്ലാവരെയും ഈ 3 ദിവസം കാന്തലോട്ട് കബീർ നഗറിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും. ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ശേഷമാണ് ദേശീയ മാസ്റ്റേഴ്സ് മത്സരത്തിലേക്കും കൽക്കത്തയിൽ വെച്ച് നടക്കുന്ന സീനിയർ മത്സരത്തിലേക്കുമുള്ള കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. ജൂലൈ മാസമാണ് ഇൻഡോറിൽ വെച്ച് ദേശീയ മാസ്റ്റേഴ്സ് മത്സരം നടക്കുന്നത്. ആഗസ്റ്റ് മാസം കൊൽക്കത്തയിൽ വെച്ച് സീനിയർ മത്സരവും നടക്കും. 2 സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇതിൽ ഞങ്ങളിപ്പം കഴിഞ്ഞ ഒരു മാസമേ ആയിട്ടുള്ളൂ ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തി തന്നെ. അപ്പം നല്ല പെർഫോമൻസ് അന്നും ഉണ്ടായി. അപ്പോൾ സ്റ്റേറ്റിൽ എന്തായാലും ഓരോ സ്റ്റേറ്റിലും ആളുകളുടെ പാർട്ടിസിപ്പൻസ് കൂടി വരികയും അതുപോലെ റെക്കോർഡുകൾ ഭേദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അത്രയും ആവേശകരമായിട്ടാണ് വിദ്യാർത്ഥികളടക്കം ഒന്നടക്കം പങ്കെടുക്കുന്നത്. അവർക്കതിൽ വിദ്യാർത്ഥികൾ ഇത്രയും ജൂനിയറും മാസ്റ്റേഴ്സ്, സബ് ജൂനിയർ, ജൂനിയർ തലത്തിൽ കുട്ടികളുടെ അതിപ്രസരമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതൊന്ന് അവർക്ക് കിട്ടുന്ന ഗ്രേസ് മാർക്ക് ആവാം, അതല്ല ഇതിനോടുള്ള താല്പര്യം കൊണ്ടും ആവാം. അത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അതൊരു വലിയൊരു പിന്നെ അതുകൂടാതെ ഈ മാസ്റ്റേഴ്സിൽ വല്ലാത്ത തള്ളിക്കയറ്റം നടക്കുന്നത് ഞങ്ങൾ ഈ ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ടിൻ്റെ ഫലം അതിൽ കണ്ടുവരുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾ അടിച്ച് കയറുന്നൊരവസ്ഥ, കോമ്പറ്റീഷനായാലും എല്ലാ ജിമ്മിലും നിറഞ്ഞ് കഴിഞ്ഞ ഒരവസ്ഥയാണ് കാണുന്നത്. ബാബൽ ക്ലബിൻ്റെ വേവ്സിൻ്റെ 50ാം വാർഷികത്തോടുള്ള ചടങ്ങാണ് നമ്മളിതിന് ഗംഭീരം ചേർത്ത് വെച്ചിട്ടുള്ളത്. അതേമാതിരി തന്നെ നമ്മൾ ജനാർദ്ദനൻ, നാട്യാല ജനാർദ്ദനൻ 100ാം വാർഷികവും ഇതിനോടനുസരിച്ചിട്ട് അതും കൂടി പങ്കുചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം വേണം. താങ്ക് യു. ആദ്യത്തെ അയൺ ഗെയിംസ് കണ്ണൂരിന് പരിചയപ്പെടുത്തിയ 8ാമത് കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ മെയിനായിട്ട് സ്പോൺസർ ചെയ്യുന്നത്. ഇതിൽ കളിച്ച ഒരുവിധം നാഷണൽ ഇൻ്റർനാഷണൽ കാണികളായിട്ടും വേണ്ടുന്ന